Hello friends, Assalamu alaikum. Come on with me, welcome back to Rimsha's Dreams World. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നാടൻ റെസിപ്പി ആയിട്ടാണ്, അതായത് മീൻ വാഴയിലയിൽ പൊള്ളിച്ചതാണ്. ഞാനിവിടെ ചെയ്തിട്ടുള്ളത് ഫിലോപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഫിഷ് ആർട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന കുഞ്ഞു ബെല്ലൈക്കനൂടെ എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനിൽ വെക്കാനും മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ ഓരോ തവണ വീഡിയോ ഇടുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ. അപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്ന എങ്ങനെയെന്ന് നോക്കാം. ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള ഫിലോപ്പിയാണ് എടുത്തിട്ടുള്ളത്. നമുക്കതൊന്ന് അടുപ്പിച്ച് വരഞ്ഞു കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്ന് നല്ലപോലെ വരഞ്ഞെടുത്തിട്ടുണ്ട്. അടുപ്പിച്ച് തന്നെ വരയിടുമ്പോൾ സൂക്ഷിക്കുക കേട്ടോ, പൊടിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്യാനുള്ള മസാല എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. 1.5 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് പെരിഞ്ജീരകം പൊടിച്ചതൊന്ന് ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂണ് ഫിഷ് മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു 3 മൂടി സുർക്കയാണ് ഞാൻ ഒഴിക്കുന്നത്. സുർക്ക ഇല്ലാന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങയുടെ നീരായാലും കുഴപ്പമില്ല. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ പാകം പോലെ ഒന്ന് മസാല റെഡിയാക്കി എടുക്കാം. ഇപ്പം മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ മീനിൽ നല്ലപോലെ അതൊന്ന് തേച്ച് പിടിപ്പിക്കണം. ആ വരയിട്ട ഭാഗത്തിൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ലപോലെ ആ മസാല ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. മീനിൻ്റെ ഉള്ളിലും എല്ലാ വശത്തും മസാല എത്തുന്ന രീതിയിൽ തന്നെ നമ്മളതൊന്ന് തേച്ച് കൊടുക്കുക. കൈ വെച്ചിട്ട് തന്നെ തേച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ മീനൊരു 10-15 മിനിറ്റൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊരു 3/4 ഭാഗത്തോളം ഫ്രൈ ചെയ്താൽ മതി. ബാക്കി നമ്മൾ പൊള്ളിച്ചെടുക്കുന്നതാണ്. എന്നിട്ട് എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ 2 മീനും ഒന്ന് വെച്ച് കൊടുക്കാം. ഒരു ഭാഗം ഒരു 5 മിനിറ്റൊക്കെ ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് മറ്റേ ഭാഗം കൂടെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഒരു ഭാഗം നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഏകദേശം ഇത്രയും നമ്മളതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. മറിച്ചിടുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇതൊരു സോഫ്റ്റായ മീനാണ്, അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ മീനിൻ്റെ 2 വശവും നല്ലപോലെ തന്നെ ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് എടുത്തു മാറ്റാം. ഇനി അതിലേക്കുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പാനിലേക്ക് തന്നെ ഞാനൊരു 8 ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിലൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മീഡിയം സൈസിലുള്ള 2 സവാള ഒന്ന് സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. വേഗം ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ചെറിയ ഉള്ളിയാണ് കേട്ടോ ഒന്നുകൂടെ ടേസ്റ്റിന് നല്ലത്. ഇനി അതിലേക്ക് ഒരു 1.5 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സവാളയും ചെറിയുള്ളിയും പാതിയായിട്ടും എടുക്കാം കേട്ടോ. ഞാനിവിടെ വെറും സവാള മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് 2 മീഡിയം സൈസിലുള്ള തക്കാളി ഒന്ന് സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3 മിനിറ്റോളം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ട്. ഇപ്പോൾ തക്കാളി ഏകദേശം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ നേരത്തെ മീൻ മാഗ്നേറ്റ് ചെയ്ത ബാക്കി മസാലയാണ്. ഏകദേശം ഞാൻ പറഞ്ഞ ആ ഒരു അളവ് തന്നെ എടുക്കുക, എങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്കും കൂടെ ഇടാൻ വേണ്ടിയിട്ടുണ്ടാവും. ഇനി ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ അളവിൽ തന്നെ ആ ഒരു മാരിനേറ്റ് ചെയ്യാനുള്ള മസാല തയ്യാറാക്കി എടുക്കുക കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇതിലേക്ക് ചേർക്കേണ്ടി വരും. ഇനി അതിലേക്ക് അവസാനമായിട്ട് ഒരു 1/4 ഗ്ലാസ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ടുണ്ട്. 1/4 പാല് മാത്രം ചേർക്കുന്നുള്ളൂ. ഇത് അവസാനം മാത്രം ചേർക്കാൻ പാടുള്ളൂ. ചേർത്ത് കഴിഞ്ഞാൽ വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ മാത്രം മതി.
ഇനി നമുക്കത് പൊളിച്ചെടുക്കാനുള്ള വാഴയില ഒന്ന് ഗ്യാസിൽ വെച്ച് ചൂടാക്കിയെടുക്കാം. വാഴയില ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് വാഴയിലയിൽ എങ്ങനെയാണ് ഫിഷ് പൊതിഞ്ഞെടുക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ടൊരു വാഴയില വഴറ്റിയത് എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 4-5 ഇല കരിവേപ്പ് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ആ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാലയ്ക്ക് ചേർത്താലും മതി. എന്നിട്ട് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല അടിയിൽ നല്ലപോലെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കാം. മീനിൻ്റെ മുകളിലും സൈഡിലും മീൻ ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ മസാല വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് നല്ല പോലെ ഒന്ന് പരത്തിയതിന് ശേഷം ഒരു മീൻ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് മീനിൻ്റെ മുകളിലും കൂടെ കുറച്ച് മസാല ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ മീനിന് നല്ല പോലെ ഒന്ന് കവർ ചെയ്തിട്ടെടുക്കുക. ആ ഒരു മസാലയുടെ ഉള്ളിൽ കിടന്നിട്ട് വേണം ഇനി ഫിഷ് വേവാനായിട്ട്. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോഴേ ആ മസാലേൻ്റെ ഒരു ടേസ്റ്റൊക്കെ നല്ല പോലെ കിട്ടുള്ളൂ. ഇനി നമുക്ക് അത് 4 ഭാഗത്തു നിന്നും ഉള്ളിലേക്ക് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ശ്രദ്ധിച്ച് മടക്കുക. അങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഒരു വാഴയുടെ നാരെണ്ണ എടുത്തിട്ട് അതൊന്ന് കെട്ടിയും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 എണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതെങ്ങനെ പൊള്ളിച്ചെടുക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആ സെയിം ഫ്രൈ പാൻ തന്നെ എടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് 2 മീൻ പൊള്ളിക്കാനുള്ളത് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അടിയിൽ കുറച്ച് കോക്കനട്ട് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിത് ആദ്യത്തെ വശം ഒരു 5 മിനിറ്റ് അടച്ച് വേവിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോഴേ പെർഫെക്റ്റ് ആയിട്ട് നമുക്കൊന്ന് അത് വെന്ത് കിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ ഒരു വശം വെന്തതിന് ശേഷം ആ ഒരു മൂടി ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ടിട്ട് ഒന്നും കൂടെ വേവിച്ചെടുക്കാം. ഇനി അടച്ച് വെക്കുന്നില്ല കേട്ടോ. ഓവറായിട്ട് അടച്ച് വെക്കരുത്, വേവ് ഓവറായിട്ട് പോവും. എന്നിട്ട് ഞാനതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അവസാനം മാത്രം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഫിഷ് പൊള്ളിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്ത് ഓപ്പൺ ചെയ്ത് കാണിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ വാഴയിലയിൽ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയതാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ ഇൻസ്റ്റയുടെയും ഫേസ്ബുക്കിൻ്റെ ID താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് കയറി നോക്കാം. അപ്പോൾ ഇനിയും പുതിയ നല്ല റെസിപ്പീസും പുതിയ വീഡിയോസായി കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.